ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ കഴിക്കുന്ന ഒരു അച്ചാറില്ലേ, അതായത് ഇച്ചിരി പുളിപ്പും ഇച്ചിരി എരിവും ഇച്ചിരി മധുരമൊക്കെയുള്ള ആ ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള ഒട്ടുമിക്ക കല്യാണ വീടുകളും ഈ ഒരു അച്ചാറാണ് കൂടുതൽ ഉണ്ടാകാൻ. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുത്ത് ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ 1/2 കിലോഗ്രാം 500 ഗ്രാമോളം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തതാണ്, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു ബൗൾ നിറച്ചും വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഒരു വെളുത്തുള്ളിൻ്റെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നും അച്ചാർ കഴിക്കുമ്പോൾ വിചാരിക്കില്ല അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്കും തയ്യാറാക്കിയിട്ട് എടുക്കണമെന്ന്. അപ്പോൾ അതേ രീതിയിലുള്ള അച്ചാറാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂണോളം കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചൂടാലെ തന്നെയാണ് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്ന് വെച്ചാൽ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പതഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ 1 ലിറ്ററിൻ്റെ വിനീഗറാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി എടുക്കാം. എന്നിട്ട് ഈ വിനീഗർ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിതാ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പം 1 കപ്പിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. പക്ഷെ അത് പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കളറ് കാണാനുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനിതാ ഇതിലേക്ക് ഞാൻ 1/2 കിലോഗ്രാമോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി തുടച്ചതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. അതൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് ഒന്നിനൊന്ന് ഉടച്ചെടുക്കുക. ഈ ഒരു സമയത്തിന് അച്ചാർ നല്ല കട്ടിക്ക് തന്നെ കാണും. ഇനിത് ഞാനിപ്പോൾ 1/2 കിലോഗ്രാമോളം ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി തുടച്ചതിന് ശേഷം കട്ട് ചെയ്തതാണ്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറേ കാലം ഞങ്ങൾക്ക് കേടുകൂടാതെ തന്നെ അച്ചാർ കഴിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ പുഴുങ്ങിയെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അച്ചാർ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരല്പം പോലും കൈപ്പിടിക്കാതെയുള്ള അച്ചാറാണ്. ഒരല്പം പുളിയും അല്പം എരിവും അല്പം മധുരമൊക്കെ ഉള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുത്ത് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ ഇത് അച്ചാർ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും തമിഴിനൊക്കെ കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഈ അച്ചാറൊന്ന് കൂട്ടാൻ പൂതിയാണെന്ന്. അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലെണ്ണ, അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും അച്ചാറിന് എണ്ണയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടുതലാണല്ലോ ഉണ്ടാകാൻ. അപ്പോൾ നന്നായി തണിഞ്ഞതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം പോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതുമയാർന്നൊരു അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഈ അച്ചാറിനൊരു ലൈക്ക് കൊടുക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ.